ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിനകത്തൊരു 15 ക്വസ്റ്റ്യൻസ് 2021, 2022 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ 50 ഡേയ്സിൻ്റെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ കേട്ടോ, നമ്മൾ ഈ 30 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിയ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുക. അല്ലാണ്ട് തെറ്റിയല്ലോ, എന്നെക്കൊണ്ട് പറ്റില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്നുള്ള വിചാരം ഒന്നും വേണ്ട. കാരണം നമ്മൾ IELT എക്സാമിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. നമുക്ക് 4 ഓപ്ഷൻസും ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കാണുക. അതേപോലെ തന്നെ നമ്മൾ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഈ വീഡിയോനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് എക്സാം ഹാളിലല്ല. മനസ്സിലായോ? അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. I met dash university student on dash way to buy dash Italian pizza. ഞാൻ നിങ്ങൾക്ക് 3 സെക്കൻഡ് സമയം തരാം കേട്ടോ, വേഗം പറഞ്ഞോളൂ. I met dash university student on dash way to buy dash Italian pizza. ആൻസർ വരുന്നത് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി എന്താ വരിക? I met a university student on the way to buy an Italian pizza. എന്താ റീസൺ? ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം യായാണ് വരുന്നത് അല്ലേ. അപ്പോൾ യാ വരികയാണെങ്കിൽ നമ്മൾ എ വേണം യൂസ് ചെയ്യാൻ. നമ്മളെപ്പോഴും നോക്കുന്നത് ഇവിടെ യു കണ്ടിട്ട് AEIOU അവലല്ലേ എന്ന് പറഞ്ഞിട്ട് ആനല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും നോക്കേണ്ടത് എന്താ? ഇതിൻ്റെ സൗണ്ടാണ് നോക്കുക കേട്ടോ. ഇതിൻ്റെ ഇവിടെ വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി യായാണ് വരുന്നത്. അതുകൊണ്ടാണ് ആൻസർ എ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിയേ, I met a university student on dash way to buy dash Italian pizza. അപ്പോൾ ഇറ്റാലിയൻ പിസ്സ വാങ്ങാൻ പോകുന്ന വഴിയിലാണ് ആ സ്റ്റുഡൻറ്റിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വഴിയല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം അല്ലേ. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യണം. പിന്നെ ഇറ്റാലിയൻ പിസ്സ എന്ന് പറയുമ്പോൾ ആണ് വരുന്നത് അല്ലേ. ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആന് വേണം അതിന് മുമ്പിൽ യൂസ് ചെയ്യാൻ. കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇത് 2023 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഷീ വോണ്ടഡ് ഡാഷ് യൂണിക്കോൺ ഷേപ്ഡ് ടോയ്. ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഷീ വോണ്ടഡ് ഡാഷ് യൂണിക്കോൺ ഷേപ്ഡ് ടോയ്. ആൻസർ എ ആണ് അല്ലേ. റീസൺ എന്താ? യൂണിക്കോൺ എന്ന് പറയുമ്പോൾ യായാണ് അവിടെ വരുന്നത് അല്ലേ. യൂണിക്കോൺ. അപ്പോൾ യാ വരികയാണെങ്കിൽ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക? എ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലിയ എക്സ്പ്ലനേഷൻ തരാണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. I saw dash one-eyed person. I saw dash one-eyed person. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ വീണ്ടും എ തന്നെയാണ് അല്ലേ. I saw a one-eyed person. കാരണം എന്താ? ഇവിടെ വായാണ് വരുന്നത്. പ്രൊനൗൺസിയേഷൻ 1 ആണ് അല്ലേ. 1 ആണ്. അപ്പോൾ വായാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരിക? എ ആണ് വരിക. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. I don't even know what dash ബോർഡസ്. നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. ഓക്കെ, I don't even know what dash ബോർഡസ്. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ പ്രീവിയസ് ആണ്. ആൻസർ എ ആണ് വരിക. റീസൺ ചോദിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളെല്ലാവരും ഓജോ ബോർഡ് എന്നാണ് പറഞ്ഞ് ശീലിച്ചേക്കുന്നത് അല്ലേ. പക്ഷെ ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് VJ ബോർഡ് എന്നാണ് കേട്ടോ. വായാണ് വരുന്നത്, വാ. അപ്പോൾ VJ ബോർഡ് എന്ന് പറയുമ്പോൾ വാ പ്രയോഗം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? എ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ തെറ്റിക്കരുത് കേട്ടോ. തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്? ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ക്യാൻ യു സ്പീക്ക് നോ ആർട്ടിക്കിളാണ് അല്ലേ. കാരണം എന്താ? സ്പാനിഷ് ലാംഗ്വേജിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇംഗ്ലീഷ് ഇസ് അവർ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ദ ഇംഗ്ലീഷ് എന്നല്ല പറയാം. ഓക്കെ, അതേസമയം ഇംഗ്ലീഷുകാർ, സ്പാനിഷുകാർ എന്നുള്ള രീതിയിലാണ് വരണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ദ ഇംഗ്ലീഷ് ലെഫ്റ്റ് ഇന്ത്യ ഇൻ 1947 എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. I have dash terrible headache now as I could not sleep last night. I have dash terrible headache now as I could not sleep last night. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻ ആണോ, എ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ എ ആണ്. I have a terrible headache now as I could not sleep last night. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്.
അപ്പം ഇവിടെ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രോഗങ്ങളുടെ പേരിന് മുമ്പിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഹെഡ് ഏക്ക്, പിന്നെ സോർ ത്രോട്ട്, ഇങ്ങനെ വരുന്ന കേസുകളിലൊക്കെ നമ്മൾ എ അല്ലെങ്കിൽ ആന് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നും അല്ലാന്ന് ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും. എന്നാലും ഇങ്ങനെയാണ് റൂള് വരുന്നത് കേട്ടോ. സാധാരണ രോഗങ്ങളുടെ പേരിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യില്ല. പക്ഷേ ഇതേപോലെയുള്ള ഹെഡ് ഏക്ക്, സോർ ത്രോട്ട് ഒക്കെ വരുന്ന കേസുകളിൽ നമ്മൾ എ അല്ലെങ്കിൽ ആനായിരിക്കും യൂസ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. ഐ ഹാവ് ഡാഷ് ഹെഡ് ഏക്ക് ആൻഡ് ഡാഷ് സോർ ത്രോട്ട്. എന്തായിരിക്കും ആൻസറായിട്ട് വരിക? ഐ ഹാവ് ഡാഷ് ഹെഡ് ഏക്ക് ആൻഡ് ഡാഷ് സോർ ത്രോട്ട്. ഐ ഹാവ് എ ഹെഡ് ഏക്ക് ആൻഡ് സോർ ത്രോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കേട്ടോ. സാധാരണ രോഗങ്ങളുടെ പേരിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ ചെറിയ അസുഖങ്ങൾ, ഈ ഹെഡ് ഏക്ക്, സോർ ത്രോട്ട് അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഐ സോ എ മാൻ ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. ആലോചിച്ചിട്ട് പറഞ്ഞു. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഐ സോ എ മാൻ ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ്, ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. ആൻസർ ദയാണ് വരിക അല്ലേ? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദയാണ് വരിക. ഐ സോ എ മാൻ, ദ മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. ആ മാനിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ വീണ്ടും വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് അയാളെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. അടുത്ത ചോദ്യം. സ്റ്റീഫൻ ഹോക്കിങ്സ് ഹാസ് മേഡ് ഇൻന്യൂമറബിൾ സ്റ്റഡീസ് റിഗാർഡിംഗ് ഡാഷ് യൂണിവേഴ്സ്. എന്തായിരിക്കും വരിക? ഡാഷ് യൂണിവേഴ്സ്. ആൻ ആണോ, എനി ആണോ, എ ആണോ, ദ ആണോ? ആൻസർ പറഞ്ഞോളൂ. ഡാഷ് യൂണിവേഴ്സ്, ദ യൂണിവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞത്? സണ്ണ്, എർത്ത്, യൂണിവേഴ്സ്, പിന്നെ ഏതാ ഇക്വേറ്റർ, പോൾസ്, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളുണ്ടല്ലോ. അതിനൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം സ്റ്റീഫൻ ഹോക്കിങ്സ് ഹാസ് മെയ്ഡ് ഇന്യൂമറബിൾ സ്റ്റഡീസ് റിഗാർഡിംഗ് ദ യൂണിവേഴ്സ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യം. ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് 80 കിലോമീറ്റേഴ്സ് ഡാഷ് HOUR. പറഞ്ഞോളൂ. ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് 80 കിലോമീറ്റേഴ്സ് ഡാഷ് HOUR. ഞാനിവിടെ പ്രൊനൗൺസ് ചെയ്താലുണ്ടല്ലോ നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതും. പക്ഷേ എക്സാമിന് നമുക്ക് ആരും ഇതേപോലെ വായിച്ചു തരാനുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. പറഞ്ഞോളൂ. ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആൻ ആണ്. ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് 80 കിലോമീറ്റേഴ്സ്. ആൻ അവർ ആണ്. ഇവിടെ എച്ച് സൈലൻ്റ് ആണ് കേട്ടോ. ആൻ അവർ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അവർ. അതുകൊണ്ട് തന്നെ ആൻസർ എന്താ വരിക? ആൻ ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദിസ് ഇസ് എ സ്കൂൾ ഫോർ ഡാഷ് ബ്ലൈൻഡ്. ദിസ് ഇസ് എ സ്കൂൾ ഫോർ ഡാഷ് ബ്ലൈൻഡ്. എ ആണോ, ആൻ ആണോ, ആർട്ടിക്കിളൊന്നും ആവശ്യമില്ല എന്നാണോ, അല്ലെങ്കിൽ ദ ആണോ? ആൻസർ ദിസ് ഇസ് എ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആണ് അല്ലേ? ബ്ലൈൻഡിന് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. സ്പെസിഫിക് ആയിട്ട് പറയാം, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ തന്നെയാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ആണ് യൂസ് ചെയ്യുക അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഓണസ്റ്റ് മാൻ ഇസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഡാഷ് ഓണസ്റ്റ് മാൻ ഇസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ആൻസർ ആൻ ആണ്. കാരണം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എച്ച് ഇവിടെ സൈലൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഓ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഡാഷ് ഓണസ്റ്റ് ആണ്. അപ്പോൾ ഓ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആൻ ആണ് യൂസ് ചെയ്യുക. ആൻ ഓണസ്റ്റ് മാൻ ഇസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. അടുത്ത ചോദ്യം നോക്കാം. ഹി ഓർഡേർഡ് ഡാഷ് കേക്ക് ആൻഡ് ഡാഷ് എക്ലെയർ. ഡാഷ് കേക്ക് വാസ് നോട്ട് ഗുഡ്. ആലോചിച്ചിട്ട് പറഞ്ഞേ. ഹി ഓർഡേർഡ് ഡാഷ് കേക്ക് ആൻഡ് ഡാഷ് എക്ലെയർ, എന്നിട്ട് ഡാഷ് കേക്ക് വാസ് നോട്ട് ഗുഡ്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് ഹി ഓർഡേർഡ് എ കേക്ക് ആൻഡ് ആൻ എക്ലെയർ, എന്നിട്ട് ദ കേക്ക് വാസ് നോട്ട് ഗുഡ്. കാരണം ഈ കേക്കിനെ കുറിച്ച് തന്നെയല്ലേ വീണ്ടും ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം അല്ലേ? ഹി ഓർഡേർഡ് എ കേക്ക്. ഇവിടെ പ്രൊനൗൺസിയേഷൻ നോക്കുക. കേക്കാണ്, കായാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എ വരും. പിന്നെ എക്ലെയർ ആണ്. എക്ലെയർ എന്ന് പറയുമ്പോൾ എ ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വരണം? ആന് വരണം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കേക്കിനെ കുറിച്ച് വീണ്ടും വിശേഷിപ്പിച്ചുകൊണ്ട് ദ കേക്ക് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം. ഡാഷ് ബാനിയൻ ഇസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഡാഷ് ബാനിയൻ ഇസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. ഫിഗ് ട്രീ എന്ന് പറഞ്ഞാൽ അത്തിമരമാണ് കേട്ടോ. ആൻസർ ദ ആണ്. ദ ബാനിയൻ ഇസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ എല്ലാ ബാനിയൻ ട്രീയും ഫിഗ് ട്രീ ആണ് എന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു വംശത്തെ മൊത്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പറഞ്ഞോളൂ. ആൻസർ ദ ആണല്ലേ? ഐ ബോട്ട് എ പെൻ, ദ പെൻ റൈറ്റ്സ് വെൽ. കാരണം ഈ ഒരു പേനയെ കുറിച്ച് തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ വരിക? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് വരിക. ഇനി 16ാമത്തെ ചോദ്യം.
ഡാഷ് മദർ വുഡ് ലൈക്ക് ടു സീ യു. ഡാഷ് മദർ വുഡ് ലൈക്ക് ടു സീ യു. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഈ ഫാദർ മദർ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളുണ്ടല്ലോ, അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മദർ വുഡ് ലൈക്ക് ടു സീ യു എന്ന് മാത്രം മതി. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തെറ്റിക്കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തെറ്റ് റിപ്പീറ്റ് ചെയ്യാണ്ട് നോക്കിയാൽ മതിയേ. അടുത്ത ചോദ്യം, ഹി ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. പറഞ്ഞോളൂ, ഹി ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. ആൻസർ എ ആണ് അല്ലേ, കാരണം യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യായാണ് പ്രൊനൗൺസ് ചെയ്യണേ, യൂണിവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാ യൂസ് ചെയ്യുക, എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഡസ് ഹെർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് എഫ്. ഡസ് ഹെർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് എഫ്. എ ആണോ, ആൻ ആണോ, ദ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ ആൻ ആണ് അല്ലേ, കാരണം എഫിനെ നമ്മൾ എങ്ങനെ എഴുതുക, എഫ് എ എന്നുള്ള പ്രൊനൗൺസിയേഷൻ അല്ലേ വരുന്നത്, എഫ് എന്നല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ എ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് യൂസ് ചെയ്യണം, ആൻ യൂസ് ചെയ്യണം കേട്ടോ, ആൻ. ഡസ് ഹെർ നെയിം ബിഗിൻ വിത്ത് ആൻ എഫ് ആണ് ആൻസർ ആയിട്ട് വരാം. ഇനി അടുത്ത ചോദ്യം, ഹി ഈസ് ഡാഷ് എം എൽ എ ഫ്രം കർണാടക. പറഞ്ഞോളൂ, ഹി ഈസ് ഡാഷ് എം എൽ എ ഫ്രം കർണാടക. ആൻസർ ആൻ ആണ്, കാരണം എന്താ, എം എൽ എ എങ്ങനെ എഴുതും, എം അല്ലേ, എം വെച്ചിട്ടല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ എ തന്നെ വരുന്നതുകൊണ്ട് ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുക, ആൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഹി ഈസ് ആൻ എം എൽ എ ഫ്രം കർണാടക. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഇംഗ്ലീഷ് ഇസ് ഈസി. എന്തായിരിക്കും ആൻസർ വരിക, ഡാഷ് ഇംഗ്ലീഷ് ഇസ് ഈസി. ആൻസർ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, സാധാരണ നമ്മൾ ഇംഗ്ലീഷിന് ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഇംഗ്ലീഷുകാർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ദ ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷുകാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, ദ ഇംഗ്ലീഷ് എന്ന് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ദ ഇംഗ്ലീഷ് ലെഫ്റ്റ് ഇന്ത്യ ഇൻ 1947. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം, 21ാമത്തെ ചോദ്യം. ഡാഷ് പസഫിക് ഓഷൻ ഇസ് ദ ഡീപ്പസ്റ്റ് ഓഷൻ ഇൻ ദി വേൾഡ്. ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഡാഷ് പസഫിക് ഓഷൻ ഇസ് ദി ഡീപ്പസ്റ്റ് ഓഷൻ ഇൻ ദി വേൾഡ്. ദ ആണ് അല്ലേ, ദ പസഫിക് ഓഷൻ ഇസ് ദി ഡീപ്പസ്റ്റ് ഓഷൻ ഇൻ ദി വേൾഡ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ഓഷ്യൻ്റെ കേസുകൾ, അതുപോലെ തന്നെ സീസ്, കെനാൽ, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളുടെയൊക്കെ മുമ്പിൽ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഒന്നും കൂടെ പറഞ്ഞേ, റിവേഴ്സ്, കെനാൽസ്, സീസ്, ഓഷ്യൻസ്, പിന്നെ സ്ട്രെയിറ്റ്സ്, അതൊക്കെയില്ലേ, അതിനൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, അതിൻ്റെയൊക്കെ പേരുകളുടെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അത്യാവശ്യം വലിയ കേസുകളൊക്കെ വരുമ്പോൾ കേട്ടോ, അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അടുത്ത ചോദ്യം, ഐ വോണ്ടഡ് ടു സീ ഡാഷ് ലേക്ക് ജനേവ. ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക, ഐ വോണ്ടഡ് ടു സീ ഡാഷ് ലേക്ക് ജനേവ. ആൻസർ ഇവിടെ നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട. കാരണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സീ, ഓഷൻ, റിവേഴ്സൊക്കെ, റിവേഴ്സിൻ്റെ ഒക്കെ പേരിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ദ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ സീയോ റിവറോ ഓഷനൊന്നും അല്ല അല്ലേ, ലേക്കാണ്. നമ്മൾ അതിന് മുമ്പിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം നോക്കാം. ഹി ലവ്സ് ടു പ്ലേ ഡാഷ് ക്രിക്കറ്റ്. ഹി ലവ്സ് ടു പ്ലേ ഡാഷ് ക്രിക്കറ്റ്. എന്തായിരിക്കും ആൻസർ വരുന്നത്, ദ ആണോ, എ ആണോ, ആൻ ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. ഹി ലവ്സ് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് മതി കേട്ടോ. നമ്മൾ ഈ സ്പോർട്സിൻ്റെയും അതുപോലെ തന്നെ ഗെയിംസിൻ്റെ ഒക്കെ കേസ് വരില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഹി ലവ്സ് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് മതി, അല്ലെങ്കിൽ ഷീ ലവ്സ് ടു പ്ലേ ചെസ് എന്ന് മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദേ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ടു ഡാഷ് ഡിന്നർ. ദേ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ടു ഡാഷ് ഡിന്നർ. ആൻസർ വീണ്ടും നോ ആർട്ടിക്കിൾ ആണ്. ഈ ഡിന്നർ അല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സ്പെസിഫിക് ആയിട്ടൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യണേ. ഇതേപോലെ വെറുതെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഗോൾഡ് ആൻഡ് ഡാഷ് സിൽവർ ആർ പ്രഷ്യസ് മെറ്റൽസ്. പറഞ്ഞോളൂ. ഡാഷ് ഗോൾഡ് ആൻഡ് ഡാഷ് സിൽവർ ആർ പ്രഷ്യസ് മെറ്റൽസ്. എന്തായിരിക്കും വരിക, ഡാഷ് ഗോൾഡ് ആൻഡ് ഡാഷ് സിൽവർ ആർ പ്രഷ്യസ് മെറ്റൽസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്ഥലത്തും ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സ്ഥലത്തും നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ ഗോൾഡ്, സിൽവർ, ഇങ്ങനെ മെറ്റൽസിൻ്റെ ഒക്കെ കേസ് വരില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നോ ആർട്ടിക്കിൾ ആണ്. പക്ഷേ വീണ്ടും ഞാൻ പറയുകയാണ്, സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ദ ഗോൾഡ് ഹി പർച്ചേസ്ഡ് യെസ്റ്റർഡേ. മനസ്സിലായോ, ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള ഗോൾഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ ദ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അല്ലാത്ത കേസുകൾ ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്നും അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടുന്നുണ്ടോ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഗോൾഡ് ഓഫ് UAE ഇസ് ഓഫ് ഹൈ ക്വാളിറ്റി. പറഞ്ഞു തന്നേ. ഡാഷ് ഗോൾഡ് ഓഫ് UAE ഇസ് ഓഫ് ഹൈ ക്വാളിറ്റി. ഇവിടുത്തെ ആൻസർ പറഞ്ഞോളൂ. ആൻസർ ആണ് അല്ലേ? കാരണം എന്താ, UAE ഗോൾഡാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കാണ് അല്ലേ? UAE ഗോൾഡിന് നല്ല ക്വാളിറ്റി ആണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. മുമ്പത്തെ കേസ് എന്തായിരുന്നു? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? വെറുതെ പറയാണ് ഗോൾഡ് ആൻഡ് ഡാഷ് സിൽവർ അല്ലേ? അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാത്തതുകൊണ്ട് നമ്മളവിടെ എന്ത് യൂസ് ചെയ്യണം? ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് എർത്ത് ഈസ് റിവോൾവിങ് അറൗണ്ട് ദി സൺ. ഡാഷ് എർത്ത് ഈസ് റിവോൾവിങ് അറൗണ്ട് ദി സൺ. ആൻസർ എർത്ത് ആണ്. സാധാരണ നമ്മൾ പ്ലാനറ്റ്സിൻ്റെ ഒപ്പം ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല. പക്ഷേ എർത്ത് എന്ന് പറയുന്ന ഒരു യുണീക്ക് പ്ലാനറ്റ് ആണ് അല്ലേ? ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എർത്ത് സണ്ണിനൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? യൂസ് ചെയ്യും. ബാക്കിയുള്ള പ്ലാനറ്റ്സിന് മുമ്പിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹീ പ്ലേസ് ഡാഷ് ഗിറ്റാർ വെരി വെൽ. ഹീ പ്ലേസ് ഡാഷ് ഗിറ്റാർ വെരി വെൽ. ആൻസർ ഹി പ്ലേസ് ദ ഗിറ്റാർ വെരി വെൽ. ഒരു ഗിറ്റാർ വായിക്കുന്നു അല്ലെങ്കിൽ വയലിൻ വായിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യണം? എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അതേസമയം ദർ ഇസ് എ ഗിറ്റാർ ഇൻ മൈ ഷോ കേസ്. ശ്രദ്ധിച്ചോ? അവിടെ ഞാൻ ഗിറ്റാർ വായിക്കുകയല്ല, എൻ്റെ ഷോ കേസിൽ ഒരു ഗിറ്റാർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അതിൻ്റെ മീനിങ് മനസ്സിലാക്കാട്ടോ. ദർ ഇസ് എ ഗിറ്റാർ ആണ്. മനസ്സിലായോ? ഗിറ്റാർ വായിക്കുക അല്ലെങ്കിൽ വയലിൻ വായിക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വൺ ഡേ ഐ സോ ഡാഷ് EWE. പറഞ്ഞോ. വൺ ഡേ ഐ സോ ഡാഷ് EWE. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ A ആണ്. കാരണം EWEനെ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? യു എന്ന് പറഞ്ഞിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. എന്താണ്? യു എന്ന് പറഞ്ഞിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ യാ വരുന്നതുകൊണ്ട് ഇവിടെ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? A ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. ഡാഷ് മിസ്റ്റർ അരുൺ ഹാസ് കം ടു സീ യു. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? A ആണോ, ആൻ ആണോ, ആണോ, നോ ആർട്ടിക്കിൾ ആണോ? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ആൻസർ A ആണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം അരുൺ എന്ന് പേരുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മുടെ വീട്ടുകാർ പോയിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് അരുൺ എന്ന് പേര് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ നമ്മളോട് എന്താ വന്ന് പറയുന്നത്? ഒരു അരുൺ വന്നിട്ടുണ്ടെന്ന് പറയും അല്ലേ? അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മിസ്റ്റർ അരുൺ ഹാസ് കം ടു സീ യു. മനസ്സിലായോ? അപ്പോൾ മിസ്റ്റർ അരുൺ എന്ന് പറയുമ്പോൾ ഏതൊരു അരുൺ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്, അരുൺ എന്ന് പേരുള്ള നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് വന്നിട്ടുള്ളെങ്കിൽ എന്താ പറയുക? അരുൺ വന്നിട്ടുണ്ടെന്നാ പറയുക അല്ലേ? ഒരു അരുൺ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ PSCയുടെ ആൻസർ കീ വെച്ചിട്ട് A ആണ് അവർ ആൻസർ കീ ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. മിസ്റ്റർ അരുൺ ഹാസ് കം ടു സീ യു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കേസും കറക്റ്റായിട്ട് വരും. പക്ഷേ നമ്മൾ PSCയുടെ ആൻസർ കീ ആണല്ലോ നോക്കുന്നത്. അതുകൊണ്ട് ആൻസർ A ആണ്. മിസ്റ്റർ അരുൺ ഹാസ് കം ടു സീ യു. കിട്ടിയോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പല ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. തെറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പതുക്കെ ഗ്രാജുവലായിട്ട് നമുക്ക് പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.